കർത്താവ് നമ്മൾ പാപം ചെയ്യും, പല ആവർത്തി പാപം ചെയ്യും. കർത്താവിന് നമ്മളെ ശിക്ഷിക്കാനായിട്ട് യാതൊരു ആഗ്രഹവുമില്ല. കർത്താവ് പറയാണ്, എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു, എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമാകുന്നു. കർത്താവ് കുറേയൊക്കെ നമ്മളെ കണ്ണടിക്കും, കുറേയൊക്കെ കർത്താവ് നമ്മളെ സംരക്ഷിക്കും. കുറേ പാപങ്ങളൊക്കെ കർത്താവ് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് വയ്ക്കും. ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് കാരുണ്യവാനാണ്, അതിനോടൊപ്പം കർത്താവ് നീതിമാനും കൂടിയാണ്. കർത്താവിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇങ്ങനെയാണല്ലോ പറയുക, കാരുണ്യം കുഴിമാടം വരെ. കുഴിമാടം കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ആരായിട്ട് മാറും? നീതിമാനായിട്ട് മാറും. ജസ്റ്റിസ്, കർത്താവ് നീതിമാനായ ന്യായാധിപനായിട്ട് മാറും. അതുകൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് സത്യമാണ്, കുഴിമാടം വരെ കാരുണ്യം കർത്താവിൻ്റെ ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടും. നമുക്ക് മനപരിവർത്തനത്തിന് സമയമുണ്ട് കുഴിമാടം വരെ. പക്ഷെ എപ്പോഴാണ് നമ്മൾ കുഴിമാടത്തിലേക്ക് പോവുക? ആർക്കെങ്കിലും അറിയോ?